നമസ്കാരം. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചു ദർശനം നടത്തിയതിന് പിന്നാലെ സംസ്ഥാനത്തൊട്ടാകെ വ്യാപകമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുന്ന സംഘപരിവാറിന്റെ നേതാക്കന്മാർക്ക് കൃത്യമായ മറുപടിയുമായി BJP MP ഉദിത് രാജ് പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചതുകൊണ്ട് അവിടെ ദർശനം നടത്തിയതുകൊണ്ട് താനേറെ സന്തോഷിക്കുന്നുവെന്ന്, സ്ത്രീ അമ്മയാണെന്ന ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് അദ്ദേഹം വലിയ താക്കീത് നൽകുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് സ്ത്രീയുടെ വയറ്റിൽ കിടന്നിട്ട് തന്നെയാണ് നിങ്ങളൊക്കെ പുറത്തു വന്നത് എന്നുള്ള ഒരു ബോധമുണ്ടാകണമെന്ന് കേരളത്തിലെ സംസ്ഥാന നേതാക്കന്മാരോട് സൂചിപ്പിക്കുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവന. അതായത് ഡൽഹിയിലെ വടക്ക് പടിഞ്ഞാറൻ MP കൂടിയായ ഉദിത് രാജ് ഇതിനു മുന്നേ പ്രളയകാലത്ത് ക്ഷേത്രത്തിലെ സ്വർണങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പണം ഉപയോഗിച്ച് പ്രളയ ദുരിതാശ്വാസ ചെലവിന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ ഒരു MP ആണ്. മാതൃകാപരമായ നീക്കത്തിലൂടെ കയ്യടി നേടിയ ഒരു MP തന്നെയാണ് BJPയുടെ ഉദിത് രാജ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിച്ചുകൂടാ? എന്തിനാണ് സ്ത്രീകളെ എതിർക്കുന്നത്? എന്തിനാണ് അവരെ വേട്ടയാടുന്നത്? സംസ്ഥാനത്തൊട്ടാകെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും പ്രതിഷേധങ്ങളും അലയടിച്ചുയരുമ്പോഴാണ് BJPയിൽ നിന്ന് തന്നെ ഒരു BJP MP, അതായത് ഒരു ലോക്സഭാ MP-യിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം വരുന്നത്. അത് എടുത്തു പറയേണ്ടതാണ്. അതായത് ഉദിത് രാജ് വ്യക്തമാക്കി ചോദിക്കുന്നുണ്ട്, ശബരിമലയിൽ ഇതിനു മുമ്പും സ്ത്രീകൾ പ്രവേശിച്ചതായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് പിന്നെ ഇതൊരു വലിയ പ്രശ്നമായി എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉദിത് രാജ് കാര്യങ്ങൾ വ്യക്തമാക്കി പറയുമ്പോൾ സംസ്ഥാന BJPയുടെ നേതൃത്വത്തിന്റെ നീക്കങ്ങൾക്ക് എന്ത് ലക്ഷ്യമാണുള്ളതെന്ന് വ്യക്തമാണ്. സർക്കാരിനെ താഴെയിടുക, സർക്കാരിനെ ഇല്ലാതാക്കുക, CPM-നെ തകർക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യവുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ശബരിമല വിഷയം ഇത്രത്തോളം വഷളാക്കി തീർത്തത് BJP-യാണ്, സംഘപരിവാരുകാരാണ്. വ്യക്തമായി പറഞ്ഞാൽ സംഘപരിവാറിന്റെ ഗുണ്ടകൾ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന രീതിയിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർത്താലുകളിൽ നിരപരാധികളെ വേട്ടയാടുന്നതും ചെയ്തതോടുകൂടി യഥാർത്ഥ വിശ്വാസികൾക്ക് കാര്യം മനസ്സിലാവുകയായിരുന്നു. അതായത് ആചാരത്തെ മുന്നിൽ നിർത്തിയിട്ട് നാടകം കളിക്കുന്നു എന്നുള്ള ഒരു വലിയ സത്യം മനസ്സിലാകുകയായിരുന്നു. ഇപ്പോൾ ഉദിത് രാജിനെ പോലെയുള്ള BJP MP-യുടെ പ്രസ്താവന അത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതിനേറ്റവും വലിയ ഒരു പരിഗണന നൽകിക്കൊണ്ട് വിശേഷിപ്പിക്കേണ്ടതാണ്. അതായത് കേരളത്തിൽ ഇത്രയും വലിയ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ BJPയുടെ നേതൃത്വത്തിന് ഒരു വലിയ താക്കീത് നൽകുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവന. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.